നമുക്കിന്ന് ചോറിലേക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു എരിവും പുളിയും ഒക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു 13 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വറ്റൽമുളക് ഒരുപാട് നീളമുള്ളതല്ല കേട്ടോ, ഇത്ര കുറച്ച് ചെറുതാണ്, അതുകൊണ്ടാണ് ഞാൻ 13 എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിനെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് ഈ വറ്റൽമുളകിനെ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിച്ചിട്ട് എടുക്കാം. വറ്റൽമുളകിനെ നമ്മളിതിലിട്ട് മൊരിയിക്കുമ്പോൾ നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിലേ തീയിടാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മളിത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത വറ്റൽമുളക്. മുളക് ഒരുപാട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. ഇനി നമുക്ക് ബാക്കിയുള്ള ആ എണ്ണയില്ലേ, അതിലേക്ക് ഞാനിവിടെ ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചെറിയുള്ളിനെ ഞാനൊരു ചെറിയുള്ളിനെ അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അത് പെട്ടെന്നൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ 10 വെളുത്തുള്ളിനെ ഇങ്ങനെ കട്ട് ചെയ്തോ ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം. ചെറിയുള്ളി റെഡി ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ആവും. ഇതും നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്താൽ മതിയാവും. ഇപ്പോൾ തന്നെ നമ്മുടെ ചെറിയുള്ളിയും ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരട്ടെ. രണ്ടിൻ്റെയും ചൂടാറുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് നമ്മൾ ആദ്യം മൂപ്പിച്ച് വെച്ച് വറ്റൽമുളകില്ലേ, അത് ഇട്ട് കൊടുക്കാം ഈ മിക്സിയുടെ ജാറിലേക്ക്. വറ്റൽമുളക് മാത്രം കേട്ടോ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഇതിൽ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ നമ്മൾ മൂപ്പിച്ച് വെച്ചില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുണ്ട് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ചിലരിത് തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ എനിക്ക് തേങ്ങ ചേർത്താലാണ് ഒന്നുകൂടി ടേസ്റ്റായിട്ട് തോന്നാറ്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് പുളിയാണ്. അപ്പോൾ പുളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. അത്യാവശ്യം ഒരു പുളിയും വേണം കേട്ടോ നമ്മുടെ ചമ്മന്തിക്ക്, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിനെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്നങ്ങ് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പുളിയും തേങ്ങയും അതേപോലെ തന്നെ വറ്റൽമുളകും ചെറിയുള്ളിയും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും. പിന്നെ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ചമ്മന്തി ആവില്ല ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചമ്മന്തിയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്കറിയാമല്ലോ ഓരോരുത്തരുടെയും ടേസ്റ്റ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയം നമുക്ക് വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.